മുഖ്യമന്ത്രിക്കെതിരെ പ്രേരണാക്കുറ്റം ചുമത്താൻ കഴിയില്ല നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ എന്നതാണ്. കേസെടുക്കണമെന്ന പരാതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് നൽകിയ ഹർജിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. നവകേരള യാത്രയ്ക്കിടയിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രേരണാക്കുറ്റം ചുമത്തണം എന്നതായിരുന്നു എറണാകുളം DCC അധ്യക്ഷന്റെ ആവശ്യം. അത് നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് DCC പ്രസിഡന്റിന്റെ ഈ ആവശ്യം നിലനിൽക്കില്ല എന്ന് പോലീസ് പറയുന്നത്? ഏറെക്കുറെ പ്രതീക്ഷിച്ചത് തന്നെയാണ് വിജയകുമാർ. ഇത് കാരണം മുഖ്യമന്ത്രിക്കെതിരെ പോലീസ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കെതിരെ പോലീസ് ഒരു റിപ്പോർട്ട് നൽകും എന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിക്കുക വയ്യ. ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്നുള്ളതാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. നവകേരള യാത്രക്കിടയിലെ രക്ഷാപ്രവർത്തന പരാമർശം അതൊരു പ്രേരണാക്കുറ്റമായി പരിഗണിക്കാനാവില്ലെന്നും പ്രേരണാക്കുറ്റം ചുമത്താനുള്ള തെളിവില്ലെന്നും പോലീസ് പറയുന്നു. അതായത് പിന്നീട് പോലീസ് നടത്തിയ അക്രമം, അതോടൊപ്പം തന്നെ ഈ DYFI പ്രവർത്തകർ നടത്തിയ അതിക്രമം, അത്തരം കാര്യങ്ങൾക്കെല്ലാം ഹേതുവായത് മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് എന്ന് പറയാനാകില്ല. അങ്ങനെ തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന പരാതിയിൽ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എറണാകുളം മുൻപാകെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ ഹർജിയിലാണ് ഈ റിപ്പോർട്ട് സെൻട്രൽ സ്റ്റേഷൻ SHO ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്.